ത്യാഗങ്ങളിലൂടെയും പട്ടിണിയിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും കഷ്ടപ്പാടിലൂടെയും ജീവിച്ചിരുന്ന ഒരു തലമുറയുടെ കാലം കഴിഞ്ഞു. ഒന്നെന്നല്ല, നിരവധി തലമുറകൾ അങ്ങനെ പട്ടിണി കിടന്നും കഷ്ടപ്പെട്ടുമൊക്കെയാണ് ജീവിച്ചത്. കഴിക്കാൻ ആഹാരമില്ല, ഉടുക്കാൻ തുണിയില്ല, അങ്ങനെ വളരെ ഗതികെട്ട് ജീവിച്ചിരുന്ന ഒരു ജനത. അതിലൊരു വിഭാഗം ആളുകൾ കാട് കയറി കാട്ടിലെങ്കിലും പോയി ജീവിക്കാൻ പറ്റുമെന്ന് നോക്കി നാട്ടിൽ നിന്ന് പോയവരുണ്ട്, നാട്ടിൽ കിടന്ന് മരിച്ചു പോയവരുണ്ട്. അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ ആ ത്യാഗമൊന്നും ഇന്ന് ആവശ്യമില്ല. പക്ഷേ ഇന്ന് അത്ര വലിയ ത്യാഗം ആവശ്യമില്ലാത്ത ഒരുപാട് സർക്കാർ പദ്ധതികളുള്ള, സർക്കാരുകളും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമൊക്കെ ഒരുപാട് സഹായിക്കുവാനുള്ള, മാത്രമല്ല ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ വന്നാൽ പൊതുസമൂഹം പോലും കാര്യമായി സഹായിക്കുന്ന പുതിയ കാലഘട്ടത്തിലും ആത്മഹത്യകൾ, നൈമിഷിക ആത്മഹത്യകളുടെ വർധനവ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനെ സംബന്ധിച്ച് വളരെ വലിയ ആശങ്കയാണ് കേരളത്തിൻ്റെ സമൂഹത്തിനുള്ളത്. ലഹരി മരുന്ന് പോലെ, മദ്യം പോലെ, വളരെ വലിയ സൈബർ പരിപാടികൾ പോലെ വലിയ ഒരു 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 ക്യാൻസറാണ് ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത കൂടുന്നതിലൂടെ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ജീവനൊടുക്കാൻ തീരുമാനിക്കുന്ന എപ്പോഴാണ്? അതികഠിനമായ മാനസിക വ്യത ഉണ്ടാകുമ്പോഴോ വൈകാരിക പ്രതിസന്ധികൾ ഇടപെടുമ്പോഴാണ്. ഇനി ഒരു ഇഞ്ച് പോലും ജീവിച്ചിരുന്നിട്ട് ഫലമില്ല, ജീവിച്ചിരിക്കാൻ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ജീവിതം, അല്ലെങ്കിൽ ജീവിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് തോന്നുമ്പോഴാണ് ഒരാൾ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത്. എന്നാൽ അവിടെ അതിൽ നിന്ന് മാറി വിദ്യാസമ്പന്നരായിട്ടവർ, സാമ്പത്തികമുള്ളവർ ഒക്കെ ഉള്ളവരുടെ ആത്മഹത്യ വളരെ വലുതായി കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ സംഭവിക്കുന്ന ദുരിതങ്ങളും പ്രതിസന്ധികളുമാകാം പലരെയും ആത്മഹത്യകളിലേക്ക് കടത്തിവിടുന്നത്. എന്നാൽ സമാന അവസ്ഥകളിൽ പോകുന്ന ഭൂരിപക്ഷം പേരും മരണത്തെ തേടുന്നില്ല, സ്വാഭാവിക മരണമാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ഒരു വ്യക്തിയെ ആത്യന്തികമായി മരണത്തിലേക്ക് കടത്തിവിടുന്നത്? ആത്മഹത്യ. ഇതിനെ സംബന്ധിച്ച് ആധുനിക മനഃശാസ്ത്രം വലിയ കണ്ടെത്തലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു സങ്കീർണ പ്രതിഭാസമായ ആത്മഹത്യയെ ശാരീരിക, മാനസിക, സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരികമായ വിവിധ ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. അധിക്ഷേപം നേടുന്ന ഒരാൾ പെട്ടെന്ന് ഒരു അധിക്ഷേപം നേടുന്നു, ഓടിപ്പോയി ആത്മഹത്യ ചെയ്യും. ഈ കള്ളക്കേസിൽ പിടിക്കപ്പെടുന്നു, ആത്മഹത്യ ചെയ്യും. പട്ടിണി, ദാരിദ്ര്യം, ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി ആത്മഹത്യകൾ ഉണ്ടാവും. മാനസിക വിഷയങ്ങളുണ്ട്, ശാരീരിക പ്രശ്നങ്ങളുണ്ട്, തീരാത്ത രോഗമുണ്ട്. ഇനി എന്തിനു ജീവിച്ചിരിക്കുന്നു എന്ന് ചോദിച്ച് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. സാമൂഹികമായ ഒറ്റപ്പെടലുകളുണ്ട്, സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, സാംസ്കാരികമായ പ്രശ്നങ്ങളുണ്ട്. ഒരു വ്യക്തിയെ ആത്മഹത്യയിൽ നിന്നും രക്ഷിക്കാൻ, പിന്തിരിപ്പിക്കാൻ നമുക്ക് മുന്നിൽ ഒരുപാട് മാർഗങ്ങളുമുണ്ട്. സമൂഹത്തിൻ്റെ ആത്മഹത്യകൾ ഒഴിവാക്കപ്പെടുകയും അതിനെതിരായ ബോധവൽക്കരണം ശക്തമായും, ബോധവൽക്കരണത്തിനേക്കാൾ ഉപരി ഒരു സഹായം, ഒരു കൈത്താങ്ങ്, ഒരു നിമിഷത്തെ ഒരു കൈത്താങ്ങായിരിക്കും, ഒരു നിമിഷത്തെ ഒരു വാചകമായിരിക്കും, ഒരു വാക്കായിരിക്കും, ചിലപ്പോൾ ഒരാളിൻ്റെ ഒരു നിമിഷത്തെ ചിന്തയായിരിക്കും ആത്മഹത്യയിലേക്ക് പോകുന്നതും അടുത്ത ഒരു നിമിഷത്തെ ചിന്തയായിരിക്കും ജീവിതത്തിൽ തിരിച്ചു വരുന്നതും. അത് രണ്ടും മനുഷ്യന് സാധ്യമാണ്. കഴിഞ്ഞൊരു 10-15 വർഷക്കാലത്തെ കണക്കെടുത്താൽ തന്നെ കേരളത്തിലെ ക്രൈം റെക്കോർഡ്സ് നോക്കുമ്പോൾ 2013 മാത്രം ഒരു 10 വർഷത്തെ കണക്കെടുത്താൽ മതി നമുക്ക്. 8646 പേർ ആത്മഹത്യ ചെയ്തു. 2023 അത് 10,972 പേരാവുന്നു. 27% വർധന ഓരോ വർഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ 2013 1 ലക്ഷം ജനസംഖ്യയിൽ 24.6% പേരാണ് ആത്മഹത്യ ചെയ്തെങ്കിൽ 23 ആകുമ്പോൾ അത് 30.10% മാറുകയാണ്. അപ്പോൾ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. 80% ആത്മഹത്യയും പുരുഷന്മാർക്കിടയിലാണ് എന്നുള്ളതാണ് വളരെ മനോഹരമായ മറ്റൊരു ഡേറ്റ. അത് ഞെട്ടിപ്പിക്കുന്നൊരു ഡേറ്റയാണ്. ഇത്രമാത്രം പുരുഷന്മാർ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? അതേസമയം 57% ആത്മഹത്യകൾ സംഭവിച്ചിട്ടുള്ളത് 45 വയസ്സിന് മേലെ പ്രായമുള്ളവരിലുമാണ്. ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സാണ്. അപ്പോൾ 45 വയസ്സ് വരെ എങ്ങനെയെങ്കിലും പിടിച്ച് ജീവിച്ചു, ഇനി ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി 45 വയസ്സ് കഴിയുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന പുരുഷന്മാരുടെ ഒരു നാടായി ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാമ്പത്തികമായ ഒറ്റപ്പെടലുകൾ, രോഗാതുരത, രോഗത്തിലുള്ള ആശ്രയമില്ലായ്മ, ഇവയൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഈ വിഭാഗക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത്. 77% പേരും വിവാഹിതരായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പാശ്ചാത്യ രാജ്യങ്ങളിൽ അവിവാഹിതരിലും കുടുംബ ബന്ധങ്ങൾ വേർപെടുത്തിയതിലുമാണ് ആത്മഹത്യകൾ കൂടുതൽ കാണുന്നത്. നമ്മുടെ നാട്ടിൽ വിവാഹം കഴിച്ചവരിലാണ് കൂടുതൽ ആത്മഹത്യ കാണുന്നത്. ലോകത്ത് മറ്റ് സ്ഥലങ്ങളിൽ അവിവാഹിതരിലാണ്. അപ്പോൾ അതുകൊണ്ട് വിവാഹമാണ് ഒരു കാരണം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 47% പേരും കുടുംബ പ്രശ്നങ്ങൾ മൂലമാണ് ആത്മഹത്യ ചെയ്തത്. കേരളത്തിൽ വിവാഹം ആത്മഹത്യയിലേക്ക് തടഞ്ഞു വിടുന്നുണ്ടോ എന്നൊരു വാദവുമുണ്ട്. പക്ഷേ അത് ശരിയല്ല.
അവിവാഹിതരുള്ള സ്ഥലങ്ങളിലും ധാരാളമായി ആത്മഹത്യ നടക്കുന്നു. 80% പേർ ആത്മഹത്യ സ്വീകരിച്ചത് തൂങ്ങി മരണമാണ്. അതും വേറൊരു രസകരമാണ്. വിഷമടിച്ചോ അല്ലെങ്കിൽ മറ്റ് കത്തി കൊണ്ടോ അല്ല, തൂങ്ങി മരിച്ചെന്ന് തൂങ്ങി കയറുപയോഗിച്ച് തൂങ്ങി മരിക്കുന്നതാണ് 80% ആളുകൾ ചെയ്തിരിക്കുന്നത്. ലോകാരോഗ്യ സംഘടന ലക്ഷ്യം വെച്ച ഒരുപാട് കാര്യങ്ങളിൽ ആത്മഹത്യയും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സ്വയം ആത്മഹത്യ ചെയ്യാൻ ഇന്ത്യയിൽ നിയമമില്ല. ആത്മഹത്യ ചെയ്താൽ കേസാണ്. ആത്മഹത്യ പ്രേരണയും ഒക്കെ കുറ്റമാണ്. ഇവിടെ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് 2022 ഭാരതത്തിലെ ആത്മഹത്യാ നിരക്കെന്ന് പറയുന്നത് 12.4 അതേസമയം കേരളത്തിൽ അതിൻ്റെ 2.5 ഇരട്ടിയാണ്. എന്തുകൊണ്ട്? ഇത്രയും സമ്പന്നമായ പ്രകൃതി വിഭവങ്ങളുള്ള, സമ്പൂർണ്ണ സാക്ഷരതയുള്ള, ആരോഗ്യരംഗത്ത് മുന്നിൽ നിൽക്കുന്ന, ശിശുമരണ നിരക്ക് കുറച്ചിട്ടുള്ള, പിന്നെ ആയുസ് ദൈർഘ്യം കൂട്ടിയിട്ടുള്ള കേരളത്തിൽ എന്തുകൊണ്ട് ഇത്രയും ആത്മഹത്യകൾ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ കൃത്യമായി ആത്മനിഷ്ഠയോടുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമായിരുന്നു. ആത്മഹത്യാ നിരക്കിൽ കേരളം 5ാം സ്ഥാനത്തായിരുന്നെന്നാണ്. അവിടെ നാം കുതിച്ച് ഏകദേശം 1ാം സ്ഥാനത്തെത്തി. ഈ ഒരു 20 ഇരട്ടി ആത്മഹത്യാ ശ്രമങ്ങൾ നടക്കുന്നു എന്നുകൊണ്ടാണ് ശാസ്ത്ര പഠനം. ഒരാൾ മരിച്ചാൽ 20 പേരെങ്കിലും ആത്മഹത്യാ ശ്രമം നടത്തുന്നു, അതിലാണ് ഒരാൾ മരിക്കുന്നത്. അപ്പോൾ എന്തുമാത്രം ആത്മഹത്യാ ശ്രമങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. ഇനി തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത്. ഇടുക്കിയിലും വലിയ ആത്മഹത്യ നടക്കുന്നു. കൊല്ലത്ത്, വയനാട് എന്നിവയിൽ ആത്മഹത്യയുണ്ട്. ഏറ്റവും കുറച്ച് നടക്കുന്നത് മലപ്പുറത്താണ് ആത്മഹത്യകൾ കുറവ്. ജനസേവനവും വിദഗ്ധ ചികിത്സാ ആശുപത്രിയുള്ള ഒരു സംസ്ഥാനത്ത് ആത്മഹത്യാ ശ്രമങ്ങൾ മറ്റുള്ളവർ കണ്ടെത്തി ആശുപത്രിയിൽ രക്ഷപ്പെടുത്തുന്നു എന്നത് കൂടിക്കൊണ്ടാണ് ഇത്രയും കുറയുന്നത്. അല്ലെങ്കിൽ കാരണം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റുമല്ലോ. ഇവിടെ ഹെൽത്ത് സിസ്റ്റം പ്രൈവറ്റും കൂടെ വരുന്നതുകൊണ്ട് ഒരുപാടുണ്ടല്ലോ ഹോസ്പിറ്റലുകളൊക്കെ. അതേസമയം ഇത്തരം സംവിധാനങ്ങളില്ലായിരുന്നുവെങ്കിൽ വീണ്ടും ആത്മഹത്യകൾ വലുതായിരിക്കും. കൂട്ടാത്മഹത്യകളും മോശമല്ല. 2023 മാത്രം തന്നെ 17 കുടുംബങ്ങളാണ് 40 പേർ കൂട്ടാത്മഹത്യ ചെയ്തു. തിരുവനന്തപുരത്ത് ഒരു കുടുംബത്തിലെ 9 പേരുടെ ജീവനാണ് ഒന്നിച്ചവർ ആത്മഹത്യ ചെയ്തത്. ആന്ധ്രാപ്രദേശ്, മറ്റ് സംസ്ഥാനങ്ങൾ കൂടുതലുള്ളത് ആന്ധ്രാപ്രദേശിലാണ്. തമിഴ്നാട്ടിലും രാജസ്ഥാനിലുമൊക്കെ ഭർത്താവും ഭാര്യയും കുഞ്ഞുങ്ങളുമൊക്കെ ഒന്നിച്ച് മരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയാണ് പലപ്പോഴും അങ്ങനെ ഒന്നിച്ച് മരിക്കാൻ പ്രേരിക്കുന്നത്. പ്രണയ നൈരാശ്യത്തിൽ നിന്നുള്ള പക മൂലം കാമുകിയെ കൊലപ്പെടുത്തി കമിതാവ് ആത്മഹത്യ ചെയ്ത സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ നിരവധി മാനസികാരോഗ്യ പ്രശ്നങ്ങൾ മൂലം ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം വളരെ വലുതാണ്. ദേശീയ ശരാശരിയേക്കാൾ 5% കൂടുതലാണ് കേരളത്തിൽ. അപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും സംഭവിക്കുന്നത്? സമൂഹത്തിന് ഇതിനകത്ത് എന്താണ് പങ്കുള്ളത്? ഭൂരിഭാഗവും തൻ്റെ മനസ്സിൻ്റെ ആശയം പ്രത്യക്ഷമായ പരോക്ഷമായ നേരത്തെ തന്നെ സൂചിപ്പിക്കാറുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ഓരോരുത്തരെയും നമ്മൾ നിരീക്ഷിച്ചാൽ, സുഹൃത്തുക്കളെ, ബന്ധുക്കളെ, വീട്ടിലുള്ളവരെ, കൂടെ താമസിക്കുന്നവരെയൊക്കെ നിരീക്ഷിച്ചാൽ അവർ ആത്മഹത്യ ചെയ്യുന്നത് ഒരു വളരെ സന്തോഷത്തോടുകൂടി പെട്ടെന്ന് ആരും ആത്മഹത്യ ചെയ്യാറില്ല. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് പലവട്ടം അവർ ആലോചിക്കും. അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരും, ഒരുപാട് കാര്യങ്ങളിൽ അപ്പോൾ അതെല്ലാം മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ വളരെ രസകരമാണ്. അതുകൊണ്ട് നമുക്ക് ആളുകളെ ഒന്ന് നിരീക്ഷിക്കാൻ, പരസ്പരം നിരീക്ഷിക്കുന്നതും അതുപോലെ തന്നെ പിന്നെ കുറ്റബോധം വരുന്നത്, പരിഭ്രാന്തി ഉണ്ടാകുന്നത്, ആശയക്കുഴപ്പമുണ്ടാകുന്നത്, സ്ഥലകാലബോധമില്ലാത്തത്, ലഹരി സാധനങ്ങളുടെ ഉപയോഗം, വിൽപ്പത്രം തുടങ്ങിയവയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നിസ്സഹായാവസ്ഥയിലെ വ്യക്തികളുടെ പ്രശ്നങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാനും പരിഹാരം കണ്ടെത്താനും സഹായിക്കേണ്ട അവസ്ഥ വളരെ അത്യാവശ്യമാണ്. മൂലകാരണങ്ങളിൽ നിന്ന് ഇത്തരക്കാരെ എത്രയും പെട്ടെന്ന് മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തിക്കണം, ചികിത്സയൊക്കെ നൽകണം. കുടുംബ പ്രശ്നങ്ങളുണ്ടായാൽ അത് ഉള്ളിൽ വെച്ച് സഹിക്കാതെ കുടുംബക്കാരോടോ ആത്മാർത്ഥമായ സുഹൃത്തുക്കളോടോ പറയാനും എല്ലാവരും ശ്രമിക്കണം. അതിലൂടെ കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നടത്തി ഇത് മാറ്റണം. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടലും ഇതിനകത്ത് ആവശ്യമുണ്ട്. കീടനാശിനി പോലുള്ള വിഷവസ്തുക്കൾ സുഗമമായി ലഭിക്കുന്നതും ഇതിനൊരു പ്രധാനപ്പെട്ട തടസ്സമാണ്. എന്തായാലും കേരളത്തിലെ കഴിഞ്ഞ 10 വർഷക്കാലത്തിൽ ആത്മഹത്യാ നിരക്ക് ലക്ഷങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഇത് വളരെ കൃത്യമായ ഒരു സംവിധാനമാണ്. കൗൺസിലിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആത്മഹത്യ ചെയ്യുന്നപ്പോൾ ഒരു നിമിഷം ചിന്തിക്കൂ, നിങ്ങൾ വിളിക്കൂ എന്നൊക്കെ പറയും. പക്ഷെ ആരെയും വിളിക്കാറുമില്ല. ആത്മഹത്യ ചെയ്യുന്നവർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുടുംബപരം, വ്യക്തിപരം, കുടുംബപരം, സാമൂഹ്യപരം, സാംസ്കാരികം, രാഷ്ട്രീയം, സാമ്പത്തികം, ആരോഗ്യം, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ കൊണ്ടാണ് ഒരാൾ ആത്മഹത്യയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് പക്ഷേ നമുക്ക് കേരളത്തിൽ പിന്നെ ആഗ്രഹം അത്യാഗ്രഹം മാറുന്നു, ആവശ്യം അനാവശ്യവും ആഡംബരമായി മാറുന്നു. അപ്പോൾ പെട്ടെന്ന് കിട്ടണം കാര്യങ്ങൾ എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് പോകുന്നു. ഇൻസ്റ്റൻ്റാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. അങ്ങനെ പല ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത്. കൂടുതലും പുരുഷന്മാരാണ് കേരളത്തിൽ. ഇത് ഗൗരവതരമായി സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ്.